ചങ്ങായിമാരെ നമ്മളെ കുലശ്രീ സംഘടി ലക്ഷ്മിപ്രിയനെ കുറിച്ചാണ് ഞാൻ ഇന്നും പറയാൻ പോകുന്നത് കേട്ടാ. ഇതുപോലൊരു വൃത്തികെട്ട സ്ത്രീ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തുണ്ടല്ല, ലോകത്തിന്റെ ഒരു മൂലക്കും ഇതുപോലൊരു വൃത്തികെട്ട സ്ത്രീനെ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും കാണാൻ കഴിയില്ല. അൻസിബേനയുടെ എങ്ങനെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് ഈ സ്ത്രീക്ക് നടക്കാത്തത് കൊണ്ട് ഒരു ചാനലിനെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു ചാനലിനെ വീട്ടിലേക്ക് വിളിച്ചു ചെയ്തിട്ടുണ്ടല്ല. അൻസിബേനെ കുറിച്ച് നട്ടാൻ നടക്കാത്ത പച്ചക്കള്ളങ്ങളുണ്ടല്ല ഈ കുലശ്രീ സംഘടി അങ്ങ് പറഞ്ഞു വിടുകയെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ പറയല്ലേ ചന്ത സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെയെന്ന്. ചന്ത സ്ത്രീകളൊന്നും ഇവരെ പറയാൻ കഴിയില്ലട്ടാ. ചന്ത സ്ത്രീകൾക്ക് ഇവരെക്കാളും അന്തസ്സുണ്ട്. അവരെക്കാളും അധപ്പതിച്ച രീതിയിലാണ് ഈ കുലശ്രീ സംഘടി ലക്ഷ്മിപ്രിയല്ലേ അൻസിബയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ കുലശ്രീ സംഘടി ലക്ഷ്മിപ്രിയ പറയുന്നത് അൻസിബ കള്ളു കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അൻസിബ കള്ളു കുടിച്ച പൈസ ഉണ്ടല്ല, ആ പൈസ ഞാനാണ് കൊടുത്തത്. അതുമാത്രമല്ല അൻസിബയുടെ റൂമിലുണ്ടല്ല പുരുഷനെ വരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് ഈ കുലശ്രീ സംഘടി പച്ചക്കള്ളം പറയുന്നത്. അൻസിബേനെ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും അങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഈ കുലശ്രീ സംഘടനയുണ്ടല്ല ആരും വിളിക്കുന്നില്ല. അതുകൊണ്ട് ഇവര് പൈസ കൊടുത്തിട്ട് ഒരു ചാനലിനെ വീട്ടിലേക്ക് വിളിച്ചെടുത്തിട്ടാണ് ഈ പച്ചക്കള്ളങ്ങൾ നട്ടാന്നുളക്കാത്ത പച്ചക്കള്ളങ്ങൾ അടിച്ചുവിട്ടത്. എന്തായാലും ആ ഇന്റർവ്യൂവിൽ ഈ വൃത്തികെട്ട കുലശ്രീ സംഘടന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദറാണെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഏതൊരാണിനെയാലും ശരി പെണ്ണിനെയാലും ശരി എങ്ങനെ അവരെ തോപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റാതാവുമ്പം എല്ലാവരും എടുക്കുന്ന ഒരു ഐഡിയ ആണ് അവരുടെ മേലുണ്ടല്ല അവിഹിതം ആരോപിക്കല്. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഈ കുലശ്രീ സംഘടി ലക്ഷ്മിപ്രിയയിലെ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. അതായത് കേരളം മൊത്തം ഉണ്ടല്ല, കേരളം മൊത്തം അൻസിബിയുടെ കൂടെ തന്നെയാണ്. അപ്പൊ അൻസിബിയുടെ പേരുണ്ടല്ല ഇമാതിരി അവിഹിതം പറഞ്ഞെങ്കില് കേരളം ഉണ്ടല്ല അവളെ തള്ളിക്കളയെന്നാണ് ഈ വൃത്തികെട്ട സ്ത്രീ വിചാരിച്ചത്. അതായത് അൻസിബിയെ കുറിച്ച് ഈ കുലശ്രീ സംഘടി പറഞ്ഞ ഈ പച്ചക്കള്ളം ഉണ്ടല്ല, ഈ പച്ചക്കള്ളം 2026 കേരളം വിശ്വസിക്കുന്നതാണ് ഈ കുലശ്രീ സംഘടി ചിന്തിക്കുന്നത്. അത് മാത്രമല്ല എന്റെ ലക്ഷ്മിപ്രിയെ വേറൊരാളുടെ മുറിയിലേക്കുണ്ടല്ല ഇങ്ങനെ തുറച്ചു നോക്കാൻ വേണ്ടി ഉളുപ്പും നാണുമാനും കുറച്ചു പോലും നിനക്കില്ലല്ലോ. നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടല്ലോ മറ്റുള്ള ആളുടെ വീട്ടിലേക്കോ മറ്റുള്ള ആളുടെ റൂമിലേക്കോ തുറച്ചു നോക്കുന്ന ആൾക്കാരുണ്ടല്ല അവരെ വിളിക്കുന്ന പേരുണ്ടല്ല വൃത്തികെട്ട പേരാണ്. ആ വൃത്തികെട്ട പേരുണ്ടല്ല നിന്നെ വിളിക്കാൻ കഴിയില്ല, കാരണം അതിലും വൃത്തികെട്ട പേരാണ് നിന്നെ വിളിക്കേണ്ടത്. നിനക്കുണ്ടല്ലോ അൻസിബയെ കുറിച്ച് ഇങ്ങനെ തോന്നണം എന്താ കാരണം എന്നറിയാം. നീ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ല, ആ പരിപാടി മറ്റുള്ളവർ ചെയ്യുന്നതായിട്ട് നമുക്ക് വെറുതെ തോന്നും. അതാണ് നീ ഇപ്പൊ ചെയ്യുന്നത്. അതായത് നീ ഇപ്പൊ അൻസിബയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല അതൊക്കെ നീ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വൃത്തികേട് ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ പേരുണ്ടല്ല ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ വൃത്തികേട് പറയാൻ പറ്റൂ. ഇനി നമുക്ക് ഈ വൃത്തികെട്ട കുലശ്രീ നടത്തിയ അടുത്ത വൃത്തികെട്ട ആരോപണം എന്ന് കേട്ടാലോ. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അടുത്തൊരു ഐഡിയ ആണ് ആരെങ്കിലും ഉണ്ടല്ല ആർക്കെതിരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം ഉന്നയിച്ചാലുണ്ടല്ല കള്ളുകൂടിയനും മയക്കുമരുന്നടിയൊക്കെ ആക്കി മാറ്റുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ല ഈ സ്ത്രീ ഉണ്ടല്ല, ഈ സ്ത്രീ എത്രമാത്രം തരംതാണെന്നാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. ഇനിയിപ്പോ ലക്ഷ്മിപ്രിയ അൻസിബി ഉണ്ടല്ല, അൻസിബ മദ്യപിക്കുന്നതിനൊക്കെ തന്നെ നിനക്കെന്താണ് പ്രശ്നം? അതൊക്കെ ഒരാളുടെ സ്വകാര്യമായ പേഴ്സണലായ കാര്യമല്ലേ എന്റെ കുലശ്രീ സംഘിണി. ഇനിയിപ്പോ കുലശ്രീ സംഘിണി എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം. അവള് മദ്യപിക്കുന്ന ആളാന്ന് പറഞ്ഞ് അവൾക്കുണ്ടല്ല മുസ്ലിങ്ങളെ കൂട്ടുന്ന കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ല, ആ സപ്പോർട്ട് ഇല്ലാതാക്കാനാണ് ഈ കുലശ്രീ സംഘടനയുടെ പരിപാടി എന്ന് എനിക്കേറെ കുറെ മനസ്സിലായി. അതായത് അൻസിബക്ക് ഇടുന്ന മുസ്ലിം സമുദായത്തിന്റെ സപ്പോർട്ട് ഉണ്ടല്ല അവളൊരു മദ്യപാനിയാണെന്നും പറഞ്ഞിട്ട് അത് ഇല്ലാതാക്കാനാണ് ഈ കുലശ്രീ സംഘടന പരമാവധി നോക്കുന്നത്. എന്റെ കുലശ്രീ സംഘടന ലക്ഷ്മിപ്രിയെ അൻസിബ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുസ്ലിമിന്റെ എല്ലാ റൂൾസും നോക്കി ജീവിക്കുന്നവളല്ലാന്ന് അവള് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ ഉഡായിപ്പ് നിന്റെ ഈ കള്ളത്തിലുണ്ടല്ല ആരും മുസ്ലിങ്ങളെന്നല്ല കേരളത്തിൽ ആരും വിശ്വസിക്കൂല. എന്തിന് ഇപ്പൊ ഉണ്ടല്ലോ ഇവളെ വർത്താനം കേൾക്കാൻ വേണ്ടി സംഘികൾ പോലുമില്ല, സംഘികൾ വരെയുണ്ടല്ല ഇവളെ പൂരത്തെറി വിളിക്കലാണ്. ഇനി നമുക്ക് ഈ കുലശ്രീ സംഘടന പറഞ്ഞ അവസാനത്തെ കുറച്ച് വൃത്തികെട്ട കാര്യങ്ങൾ കൂടി കേട്ടാലോ. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുമ്പ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെയുള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. എന്നെ കുലശ്രീ സംഘിണി നിങ്ങൾ പേടിക്കണ്ട. മിഥിലാജ് നിങ്ങളെ പേരുണ്ടല്ല അടിപൊളിയായിട്ട് തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിന്റെ സംഭവം കണ്ടല്ല വഴിക്ക് നിങ്ങളെ പേരിൽ വന്നോളും കേട്ടാ. പിന്നെ കുലശ്രീ സംഘിണി നിങ്ങൾ പറഞ്ഞു അൻസിബയുടെ റൂമിൽ അവിഹിതം നടന്നിട്ടുണ്ട്, അവിഹിതം നടന്നില്ലെങ്കിൽ അൻസിബ തന്നെ വന്നിട്ട് അത് തെളിയിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ കുലശ്രീ സംഘിണി ലക്ഷ്മിപ്രിയെ നിങ്ങളെ റൂമിലുണ്ടല്ല 3-4 പുരുഷന്മാരെ കണ്ടെന്ന് അൻസിബി അങ്ങ് പറയുന്നു. നിങ്ങളുണ്ടല്ല അങ്ങനെയല്ലാന്ന് നിങ്ങൾ വന്ന് തെളിയിക്ക്. നിങ്ങളെപ്പോഴും ഒരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ല നല്ല പെൺകുട്ടികളെ കുറിച്ച് വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ ആ നല്ല പെൺകുട്ടികളുണ്ടല്ല ഇത് തെളിയിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നാലെ ഓടേണ്ടതാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഓരോ ഹോട്ടലിലും കയറി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ല അത് മറ്റുള്ളവരാണ് ചെയ്യുന്നത് തോന്നുന്നുണ്ടല്ല, അതുണ്ടല്ല അതൊരു രോഗമാണ്. അതിനെ നമ്മൾ മലയാളികൾ ആ രോഗത്തിനിട്ട് ഓമനപ്പേരെന്താണെന്ന് അറിയാം,
കുത്തിക്കഴപ്പ് എന്നാണ് ആ രോഗത്തിന്റെ പേര്. ആ രോഗം കൊണ്ടല്ല, നിങ്ങൾക്ക് വന്ന ആ രോഗം കൊണ്ടല്ല ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല, ഒരിക്കലും കഴിയില്ല. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളെ ഭർത്താവില്ല, നിങ്ങൾ ഭർത്താവ് വിചാരിച്ചാൽ മാത്രമേ ആ രോഗം നിങ്ങൾ മാറ്റാൻ പറ്റൂ. പിന്നെ ഇവർക്ക് മിഥിലാജിനോട് എന്താ ദേഷ്യം എന്നറിയാം. മിഥിലാജ് ഉണ്ടല്ലോ, ഇവരെ ഒരു പരിപാടിക്കും, ഒരു കോമഡി പരിപാടിക്കും ഒരിക്കലും വിളിക്കാറില്ല. കാരണം എന്താണ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത്രയും വൃത്തികെട്ട സ്ത്രീന ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുവോ? ആ ഒരു ദേശത്തിനാണ് ഈ വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ല മിഥിലാജിന്റെ പേരിലും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. എന്നിട്ട് ആ ആരോപണം ഉണ്ടല്ല ഒന്നും അറിയാത്ത അൻസിബിയില്ലേ, അൻസിബി ആയിട്ട് കൂട്ടി അങ്ങ് കെട്ടി. എന്റെ വൃത്തികെട്ട സ്ത്രീ നിങ്ങളുണ്ടല്ല, നിങ്ങൾ ഇത്രമാത്രം അതപ്പതിക്കാൻ പാടില്ലട്ടാ. നിങ്ങൾ അതപ്പതിച്ചാൽ നമുക്കറിയാം, എന്നാലും ഇത്രമാത്രം അതപ്പതിക്കാൻ പാടില്ലട്ടാ. അതുകൊണ്ട് നീയൊക്കെ വന്നിട്ട് എത്രമാത്രം ഉടായ്പ കാണിച്ചാലും, അൻസിബക്ക് എത്രമാത്രം വൃത്തികേട് പറഞ്ഞാലും, അൻസിബക്ക് മലയാളികൾക്കൊന്നും സപ്പോർട്ട് ഉണ്ടല്ല, ആ സപ്പോർട്ട് കൂടുകയുള്ളൂ. അതിന്റെ കൂടെ കുലസി സംഘടന നിന്നെ വിളിക്കുന്ന തെറിയുണ്ടല്ല, ആ തെറിയും നല്ലോണം കൂടുകയുള്ളൂ. അതുകൊണ്ട് നീ ഉണ്ടല്ലോ ഇനിയും പുതിയ അവീത കഥകളായിട്ട് വരുക. മലയാളികളുണ്ടല്ല, ആ അവീത കഥകളൊക്കെ നിന്റേത് തന്നെയാണെന്ന് വിശ്വസിച്ചോളൂ. അപ്പൊ ഒരിക്കൽ കൂടി അൻസിബക്ക് എല്ലാ ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് അൻസിബക്കും രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.